24-ാമത്തെ വാക്യം എടുത്ത് വായിച്ചു. Praise the Lord. ഞാൻ തന്നെ വായിച്ചേക്കാം കേട്ടോ. Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ അത് വളരെ വിളവുണ്ടാവും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തന്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. Praise the Lord. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്കിന് മുമ്പ് കേട്ടോ ഏതെങ്കിലും മെസ്സേജ് കേട്ടോ ഒരു കാര്യങ്ങൾ ഒന്ന് സ്തോത്രം പറഞ്ഞു. 15 പേരുണ്ട്. ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലായില്ല. ചെറിയ കാര്യത്തിൽ പറഞ്ഞത് മാത്രമേ പറഞ്ഞു. വലിയ പ്രശ്നം ആരും പ്രതീക്ഷിക്കരുത്, ആർക്കും വലിയ സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ചില ജീവനായിട്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിശുദ്ധ സഭയ്ക്കായി, ദൈവദാസനായി ഇരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി, ഞങ്ങളുടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ കൊന്നുകുഞ്ഞുങ്ങൾക്കായി, അതിലൂടെ ഞങ്ങൾ ഈ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആത്മീയ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒപ്പച്ച സഭയുടെ നമ്മളിൽ വായിക്കപ്പെട്ട വിശുദ്ധ വചനത്തിനായി നിന്നെ സ്തുതിക്കുന്നപ്പ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്ന കർത്താവേ, എന്റെ അപ്പച്ചൻ തിരുവായി ഒഴിഞ്ഞത് അതിൽ ഞങ്ങളുടെ ചെവികളിലേക്ക് പകരപ്പെടുമ്പോൾ അത് എന്തുദ്ദേശിക്കുന്നു? ഞങ്ങളുടെ ദേഹം ആത്മാവിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അതിലെ ദൈവത്തിന്റെ ഹിതത്തിനായി അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അനുഗ്രഹത്താലും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ പ്രാർത്ഥനയോട് വിളിച്ചതിനായി സ്വതന്ത്രേശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. Praise the Lord. Hallelujah. ഈ പതിനെടുക്കുന്ന ഒരാളോ രണ്ടുപേര് പുസ്തകത്തിലോട്ട് നോക്കുക, ബാക്കിയുള്ളവർ സ്റ്റേജിലേക്ക് നോക്കുക. Praise the Lord. Hallelujah. Hallelujah. സ്വതന്ത്രം സ്വതന്ത്രം ഒന്നുകൂടെ വായിക്കാം. ഇതെല്ലാവരും ചേർന്നൊന്ന് വായിച്ചാലോ? അതെല്ലാവർക്കും ഒന്നിച്ചൊന്ന് വായിക്കാം. അതിലെല്ലാം വായിക്കാനുള്ള മാറിക്കോളും. Praise the Lord. Hallelujah. എല്ലാവരും എടുത്തു ഒന്നിച്ച് വായിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. Praise the Lord. മടങ്ങി വെച്ചു. Praise the Lord. അപ്പൊ ഈ കർത്താവ് പറയുന്നത് എന്തായിരിക്കും? നീ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. എല്ലാവരും പറഞ്ഞത് വളരണം, വളരണം, കൂടുതൽ വിറ്റാമിൻ കഴിക്കണം, കൂടുതൽ പഠിക്കണം. അല്ലെങ്കിൽ സ്വതന്ത്രം ശുശ്രൂഷയുടെ അവസാനമായപ്പോ ഇതിന്റെ തൊട്ട് 12-ാം അധ്യായത്തിന്റെ ആദ്യം തുടങ്ങുന്നത് മീറ്റിംഗ് നടക്കുന്ന ആരുടെ വീട്ടിലാണ്? കാസറിന്റെ വീട്ടിൽ. അതെന്തുവാ സംഭവം? ജീവിപ്പിച്ച കാര്യം. ഹലോ, അപ്പൊ ഓപ്പോസിറ്റ് കാര്യം ഇപ്പൊ സംസാരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ പറയുന്നത് ഇത് കഠിന വചനം എന്ന് പറയുന്നത്. കാര്യത്തോട് എടുക്കുമ്പോൾ പറയും ഇത് കഠിന ഉപദേശം. Praise the Lord. നമുക്ക് വല്ലതും കിട്ടുന്ന കാര്യം സ്തോത്രം. Praise the Lord. Hallelujah. കർത്താവ് വന്ന സാഹചര്യ സിറ്റുവേഷൻ ഒക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയോ ലോകത്തെ ഒരു മെഡിക്കൽ സയൻസിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത വീട്ടിൽ അവിടെ ഒരു സ്വോത്രപാത്രം വെക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റും വേണ്ട. ഹല്ലേലൂയ, സ്വോത്രം. ആൾക്കാർ ഇടിച്ചു കയറി വരും. Praise the Lord. Hallelujah. Hallelujah. സ്വോത്രം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഹല്ലേലൂയ, നല്ല അനുഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ, അത്ഭുതം ചെയ്തിരിക്കുമ്പോൾ, എല്ലാ നന്മകളും നിറഞ്ഞിരിക്കും, നമുക്ക് നല്ല സ്വോത്രം വരും. Praise the Lord. ഹല്ലേലൂയ, സ്വോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മളെ ജഡമായി നമ്മുടെ ജഡത്തിൽ ചെയ്ത ഒരു സൗഖ്യത്തിന്റെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, സകലവും ക്രിയേറ്റ് ചെയ്ത ഹല്ലേലൂയ ഇനിയും നമ്മളിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നീ ചെയ്യാൻ കഴിയാൻ പോകുന്നത് രോഗസൗഖ്യം കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ കയറിയ വചനം കൊണ്ടാണ്. പ്രൈസ് വിശ്വസിക്കുന്നത്. കർത്താവ് പറയുന്നു, ആമേൻ, ആമേൻ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, മരിച്ചില്ലെങ്കിൽ ജീവിക്കത്തില്ല. Praise the Lord. ഹല്ലേലൂയ, സ്വതന്ത്രം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം. ഈ മരണത്തിന്റെ അനുഭവത്തിൽ കടന്നുപോയവർക്കായിട്ട് സ്വതന്ത്രം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സ്വതന്ത്രം. പലരും ഹല്ലേലൂയ, സ്വതന്ത്രം. അത് അനസ്തീഷ്യ കൊടുക്കുക. Praise the Lord. പാസ്റ്റർ പറഞ്ഞപ്പോ ഇങ്ങനെ നിന്ന് കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിയുമ്പോ 2 മിനിറ്റ് അനസ്തീഷ്യയുടെ പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എഴുന്നേറ്റ്. Praise the Lord. തന്നെ മരിച്ചവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇത് അനുഭവമുള്ളവരൊക്കെ സ്തോത്രം പറയും. നമ്മുടെ നാട്ടിലൊന്നും അറിയത്തില്ല. നമുക്കറിയാവുന്ന കാര്യം എന്നറിയോ? എല്ലാം അറിയാം, പാട്ടറിയാം.
മരണം എന്നാന്ന് അറിയത്തില്ല, അതിൽ പാപം എന്നാന്ന് അറിയത്തില്ല, മാനസാന്തരം. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രൈസ് ദി ലോർഡ്. എന്റെ വ്യക്തിപരം ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല. അതിൽ ഒരു കാര്യം അറിയാം, പാപം ചെയ്യുന്ന ഒരു ദൈവസഭ യാതൊരു സാരമില്ല. മാനസാന്തരപ്പെടുന്നവരുടെ ഒരു ദൈവസഭയിൽ ഒരു വിലയും. അത് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിനുള്ള ഏറ്റവും വലിയ ഭാഗ്യം എല്ലാം കിടക്കുന്ന മാനസാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് നിലനിൽക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വലിയ മീറ്റിംഗ്, വലിയ സഭ, അതെല്ലാം നല്ലതാണ് ഹല്ലേലൂയ. പക്ഷെ മാനസാന്തരപ്പെട്ട ഒരാൾ അല്ലെ 2 പേര് 3 പേര് ദേശത്തുണ്ടെങ്കിൽ ദേശം അനുഗ്രഹിക്കപ്പെടുന്നു. ഒത്തിരി വലിയ സഭയിലല്ല അനുഗ്രഹം കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 3 പേര് ദേശത്തുണ്ടെങ്കിൽ ദേശത്തിൽ നിന്ന് ശിക്ഷാവിധി മാറിപ്പോകും, കുടുംബത്തിൽ നിന്ന് ബാധകൾ മാറിപ്പോകും. നിങ്ങളുടെ കാലിൽ നിന്ന് കാല് ചോട്ടുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കാലിൽ കടന്നു പോകുന്ന വഴികൾ ദൈവം അനുഗ്രഹിക്കും ഹല്ലേലൂയ. നിങ്ങൾ നടത്തുന്ന ബിസിനസ്സുകൾ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വന്തം കൊണ്ട് എല്ലാവരും ഹല്ലേലൂയ ഒരു വലിയ സത്യത്തിലേക്ക്, ഹല്ലേലൂയ, പാപസംബന്ധമായ മരണത്തിലേക്ക്. ഞാനിപ്പോ ഇത് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആ പാപവും മരണവും പറയുമ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് പഠിക്കും. ഞാൻ ഇതൊന്നും കൂടെ ഉറപ്പിച്ച് ലേഖനം ചെയ്യുന്നു. ഹല്ലേലൂയ സ്വതന്ത്രം. പഴയ നിയമത്തിൽ 2-3 വാക്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും സമയം കഴിയും. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് ഉറപ്പിച്ച് എഴുന്നേറ്റ് പോയാൽ ഈ സഭയിൽ ഇരുന്നുകൊണ്ട് ഇനി ഞാൻ പാപം ചെയ്യാൻ ഞാൻ തീരുമാനം എടുക്കുന്നു, അല്ലെ ഇനി പാപം ചെയ്യുന്നവന് അവരുടെ കൂടെ പോയി ഇരിക്കുന്നില്ലെന്നും, പാപം ചെയ്യുന്ന ഫേസ്ബുക്കൊക്കെ കുറച്ച് തുടത്തില്ലെന്നും, ഹല്ലേലൂയ സ്വതന്ത്രം. അതിന്റെ കൂട്ടത്തിൽ പോയി ഞങ്ങളുടെ ആ കുടുംബശ്രീക്കകത്ത്, ഞാൻ കുടുംബശ്രീയുടെ കാര്യമില്ല പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ ഞാൻ പോയി ഇരിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ ഞാൻ എഗ്രി ചെയ്യത്തില്ല ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് ഞാൻ വർത്തമാനം പറയാൻ പോകുന്നത് നിങ്ങൾ തീരുമാനം എടുത്ത് പോയാൽ ഹല്ലേലൂയ, നിങ്ങൾ അതിൽ വേറെ കൂട്ടമൊന്നും വേണ്ട, നിങ്ങളെ ദൈവം ഒറ്റയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോകുന്നത് എന്തിനാ? നമുക്ക് ഇവരുടെ കൂടെ നിന്നാലേ എല്ലാം കിട്ടുള്ളൂ. പക്ഷെ നീതിമാൻ ഒറ്റയ്ക്ക് നടന്നാൽ മതി ഹല്ലേലൂയ. അവനെക്കുള്ള ദൈവം ദേശം മുഴുവൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വതന്ത്രം. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സ്വതന്ത്രം. അതിന്റെ ഹല്ലേലൂയ സ്വതന്ത്രം യോഹന്നാന്റെ സുവിശേഷം തന്നെ 12:31-32. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? കർത്താവ് തന്നെ പറയുന്നത്. വായിച്ചു 33 വരെ വായിച്ചു. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വാക്യം വായിക്കുമ്പോൾ എന്താ മനസ്സിലായി? ഇത് കർത്താവ് താൻ മരിക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ. ഇപ്പൊ ഗോതമ്പൊടി എന്നാണ് നമ്മൾ അന്നേരം പലതും ഇതൊക്കെ പല ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഞാനിവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ജനറേഷനോട് ചോദിക്കുവാണ്, ജെൻസി ഗോതമ്പ് മണി കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ സ്വന്തം പറഞ്ഞ് അല്ല കൈ പൊക്കിക്ക്. ഗോതമ്പ് മണി പൊടിയൊക്കെ നല്ലത് കണ്ടിട്ടുണ്ട്. മണി കണ്ടിട്ടുണ്ടോ? 2 പേര്. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഗോതമ്പ് മണി കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടു? റേഷൻ കടയിൽ പഠിച്ചു. ഞങ്ങളെല്ലാവരും ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പൊടിച്ചു കഴിഞ്ഞാണോ വളരുന്നത്? എപ്പോഴാണ് അത് വളരുന്നത്? എല്ലി കൊണ്ടുപോകുമ്പോഴാണോ? എപ്പോഴാണ്? ഇവരുടെ പ്രൊജക്ടിനകത്തുണ്ട് പയറിട്ടിട്ട് കിളിപ്പിക്കുന്ന പരിപാടി അല്ലേ? അതാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? ഇതിനെ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ എന്താ പറ്റും? കുതിരും. കുതിർന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ മാവടിയും കാത്തും. അതെല്ലാം അറിയത്തുള്ളൂ. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? എന്താ കണ്ടിരിക്കുന്നത്? നമുക്ക് കഴിക്കാനുള്ളത് മാത്രം എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ അറിയാവോ? അവനാണ് രാജാവ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വതന്ത്രം. ആമേൻ ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ കർത്താവിന്റെ മരണത്തെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞാണ്. പഴയ നിയമം ഹല്ലേലൂയ സ്വതന്ത്രം പുതിയ നിയമത്തിന്റെ നിഴലായിട്ട് കിടക്കുകയാണ്. കാരണം നമുക്ക് ലേവ്യ പുസ്തകത്തിൽ ഒന്ന് വായിച്ചൊക്കെ ഇതെങ്ങനെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 23:10-14. സോറി 23:10-4. ആരാ വായിക്കുന്നത്? പ്രസാദം ലഭിക്കേണ്ടതിന് അവർ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന് പിറ്റന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 10 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടുകുട്ടിയെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഡബിൾ നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസമുള്ള ദഹനയാഗം. അതിന്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. ഈ ലേവ്യ പുസ്തകം ആരും വായിക്കാറില്ല. പക്ഷെ പത്രോസിന്റെ
ലേഖനം എഴുതിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ നിന്നും നമ്മളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ വായിച്ചു പറ. രാജകീയ പുരോഹിത. അപ്പൊ ഈ ലേഖ്യ പുസ്തകം വായിക്കണം വേണ്ടിയോ? നമ്മൾ പണിക്ക് പോകുമ്പോൾ ആ പണിയുടെ കാര്യങ്ങൾ അറിയണ്ടേ? തൊഴിലുറപ്പിന് പോകുമ്പോൾ അറ്റൻഡൻസ്, ആധാർ കാർഡ് ഇരിക്കരുന്നില്ല. പാസ്റ്ററിന്റെ പണി കഴിയണം, പവറിട്ടുകാരൻ കത്തിയായിട്ട് പോകണം, ബാർബർ കത്തിയായിട്ട് പോകണം. അപ്പൊ ഈ രാജകീയ പുരോഹിത വംശം ആരാ? പുള്ളി മാത്രമല്ലേ ഉള്ളൂ? അതോ ഞാനുണ്ടോ? ഉണ്ടോ? സ്വന്തം പറഞ്ഞേ. ഒരു പണി അറിയിക്കണം. പുരോഹിതന്റെ ജോലി എന്താ? പുള്ളിയുടെ ഭാര്യയുടെ മക്കൾക്കും വേണ്ടി എല്ലാ ദിവസവും സ്വന്തം കർത്താവ് പറഞ്ഞിരിക്കാനാണോ? ആ ഓരോ ശുശ്രൂഷയും ചെയ്ത ഒരു അമ്മച്ചിയുടെ കാര്യം മുമ്പേ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആകാം. ആമേ. ഇങ്ങനെ ഒരു അമ്മച്ചിയെ ഈ സഭയെ ദൈവം തന്നതിന് സ്വന്തം പറഞ്ഞിരുന്നത് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പറയുന്നത്. ഞാൻ പാർച്ചിട്ട് ഭയങ്കര ശക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥന എടുക്കുമ്പോൾ അമ്മച്ചിക്ക് ഒരു വീട്ടിൽ നടക്കാൻ വേണ്ടി ഇത് കാരണം ചെയ്യാൻ പറ്റത്തില്ലല്ലേ? കാരണം എനിക്ക് എന്റെ വീട്ടിലെ പൗരോഹിത്യ ശുശ്രൂഷ അമ്മയ്ക്ക് വന്നാല് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. അത് വീട്ടിൽ അവരെ തീറ്റി പോറ്റിക്കൊണ്ട് നടക്കുക. പക്ഷെ മേളിൽ ചെല്ലുമ്പോ ഇതൊന്നും വേഗത്തില്ല. ഇവരാരും നമ്മുടെ ഏതൊവനും അവനവന് പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തിന്റെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പിള്ളേരെ നോക്കി എന്ന് പറഞ്ഞ സഭായവം മുടക്കിയ നീ അങ്ങോട്ട് പോകണം പറയും. ഹല്ലേലൂയ സ്തോത്രം. ആരെങ്കിലും കഴിയുന്നുണ്ടോ? ദൈവത്തെ വിറയ്ക്കുന്നവരെ ദൈവവചനം പറയുമ്പോൾ വിറയ്ക്കുന്ന എത്ര പേരുണ്ട്? ഒന്നാം കൽപ്പനയുടെ ലംഘനം നമ്മൾ ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് നമുക്കും നമ്മുടെ തലമുറയ്ക്ക് അത് ശാപമായി തീരും. നമ്മൾ അവരെ ഗുണത്തിന് പോയത് ദോഷമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമേൻ. അവരുടെ അമ്മച്ചിക്ക് വേണ്ടി നമ്മൾ അമ്മച്ചി വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ ഒരേ സമയത്ത് ശാസിക്കുകയും ചെയ്തു. ഒന്നുകൂടെ പറയുന്നു, അമ്മച്ചിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മച്ചി മൂലം കുടുംബം രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. എല്ലാവരും ഏറ്റെടുത്താണ് നിങ്ങളെ ഹല്ലേലൂയ രാജകീയ പുരോഹിത വംശമാക്കി ദൈവം നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി IAPS +2 പ്രാർത്ഥന നിർത്തിയിട്ട് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ വിഷയത്തിന് വേണ്ടി കുടുംബങ്ങൾ നശിച്ചു പോകും, സഭയിലാകും, സഭ നിന്നുപോകും, കുഞ്ഞുങ്ങളില്ലാതെ പോകും. പ്രൈസ് ദി ലോർഡ്. അതിന് വലിയ പ്രവചനം നിങ്ങൾ കാണും. ഹല്ലേലൂയ സഭ ഇല്ലാതാകുന്ന ദർശനം മുന്നിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ കാലിയ മതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും അറിയുന്നില്ല. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കല്ലിടിച്ചു കിടന്ന ഒരു ദിവസം അതിന്റെ പുറകെ നമ്മൾ വളഞ്ഞിങ്ങി പോകുന്നു. അതിനകത്തുള്ള കുറുക്കരും കല്ലും കയറി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമീൻ. അത് തുറന്നും ഹല്ലേലൂയ തീ വെച്ചും ചുട്ടും കിടക്കുന്ന ദർശൻ നെഹമ്യാവ് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ആലയം യഥാസ്ഥാനപ്പെടുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ആ നെഹമ്യാവ് പുരോഹിതനല്ല. ഹല്ലേലൂയ. അവന് വേറൊരു ജോലിക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. അവന് കാണാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കൺമുമ്പിൽ സഭയെ നോക്കി കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ സഭയെ നോക്കി ഹല്ലേലൂയ എത്ര പേര് പ്രാർത്ഥിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത 80 ഞാൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും അടുത്ത 5 ജനറേഷൻ അവർ സഭയിൽ പോകുന്ന ഉറപ്പാക്കാനുള്ള പ്രാർത്ഥനയും ഉപദേശവും നമ്മുടെ വീട്ടിൽ കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ ഒന്ന് മുടക്കിയാൽ അപ്പം ഹല്ലേലൂയ മക്കൾ 15 മുടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്താണ്. പ്രൈസ് ദി ലോർഡ്. വലിയ തിയോളജി പഠിച്ചില്ലെങ്കിലും വലിയ അത്ഭുതം ചെയ്തില്ലെങ്കിലും ഈ ചെറിയ ഉപദേശം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഇപ്പൊ ഗോതമ്പണിയുടെ കാര്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അതിന് ഗോതമ്പണി കട്ടയുടെ ഷേപ്പൊക്കെ ഹല്ലേലൂയ ആ ആദ്യത്തെ ഹല്ലേലൂയ നമ്മൾ 23-ന്റെ 10 അത് തുടങ്ങിയപ്പോ കറ്റയും മുളകൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവസാനത്തെ യാഗം കഴിഞ്ഞപ്പോ പൊടിയില്ല, ചപ്പാത്തിയില്ല, പാലിയാകത്ത് ഒഴിക്കപ്പെട്ടു പോയി. നിഴൽ അങ്ങനെയാ കിടക്കുന്നത്. നമ്മളിപ്പോ കറ്റയൊക്കെ കാണാനുണ്ട്. വലിയ സുവിശേഷം പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ആന്റിയെ പ്രസംഗിക്കുന്ന അച്ചാരെയൊക്കെ കാണുന്നുണ്ട്. വെട്ടിക്കഴിഞ്ഞ് ദൈവസന്നിധി വന്നു കഴിഞ്ഞപ്പോ അവന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അവൻ വെറും യാഗമായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ യാഗം. യാഗം ചെയ്യാനായിട്ട് ബൈബിൾ കോളേജ് 5 ദിവസം പോയി 10 മണിക്ക് ഹല്ലേലൂയ സ്തോത്രം യാഗോ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ മധുരയുടെ പോയി അത് കയറി നിന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അച്ഛൻ വെളിയിൽ പ്രാർത്ഥിക്കുന്നു, ഇവിടെ ഇന്ന കൗമാ ചൊല്ലുന്നു, ഇന്നത് ചൊല്ലി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവരത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ യാഗത്തിലൊക്കെ അവര് പറയും ഞങ്ങൾ പുരോഹിതന് പഴയ യെരൂശലേം ദേവാലയം പോലെ ഞങ്ങൾ പണിതേക്കുന്നത്. പക്ഷേ യെരൂശലേം ദേവാലയത്തിൽ ആലയം കഴിയുമ്പോൾ യാഗവസ്തു പൊടിയായിട്ട് തീരുന്നുണ്ട്. ഇവരെല്ലാം വലുപ്പമായിട്ട് പിന്നെ നടന്നു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഇല്ലാതാകണം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കൊണ്ട് യാഗത്തിന്റെ കാര്യത്തെ ഞാൻ ടച്ച് ചെയ്ത് അവിടെ നിർത്തുക. നമ്മൾ ഇല്ലാതാകണം. യാഗവസ്തു വീട്ടിൽ യാഗം കഴിഞ്ഞവൻ പിന്നെ അവന്റേതായിട്ട് പ്രത്യേക ഇഷ്ടമില്ല, സഭയിൽ അവന്റെ പ്രത്യേക കസാരയില്ല, പ്രത്യേക ഇഷ്ടമില്ല, പ്രത്യേക റൂളില്ല. യേശു മാത്രം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അത് ഹല്ലേലൂയ ഹല്ലേലൂയ. പാനീയ കുടിക്കാൻ കൊള്ളാമായിരിക്കണം. അത് കുടിക്കാൻ കൊള്ളാത്ത സാധനം പാനീയാകാൻ കൊടുക്കും, ദൈവത്തിന് കൊടുക്കുന്ന സാധനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ നോക്കി രുചിച്ച് നോക്കുന്നവൻ അത് ഉപ്പുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അടുത്തത് ഒരു നാഴി വീഞ്ഞാകണം. അത് കാണുന്നവൻ ഹല്ലേലൂയ സ്പിരിച്വലി എൻകറേജ്ഡ് ആകണം. പ്രൈസ് ദി ലോർഡ്. സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആകണം. ആ കുടുംബത്തെ നോക്കി, അവിടുത്തെ ആന്റിയെ നോക്കി, അവിടുത്തെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന അയലോക്കക്കാർ ഹല്ലേലൂയ അവിടെ ദൈവമുള്ള വീടാന്ന് പറയണം. അവർക്ക് മോട്ടിവേഷൻ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ സുവിശേഷം പറയാൻ സിറ്റി പോയിരിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിന് കാരണം എനിക്ക് പലപ്പോഴും ഫെലോഷിപ്പ് കിട്ടാറില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ പാസ്റ്റർ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നേരെ പോയി നടക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുക, സമയത്ത് ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചട്ടി ഉടയുന്ന ശബ്ദം വെളി കേൾപ്പിക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒത്തിരി പ്രശ്നമുണ്ട്, എന്റെ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എന്താ പറയണ്ടേ, നമ്മൾ ഈ വിത്ത് പറഞ്ഞ പോലെ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രശ്നം തീർത്തില്ലേ? ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പേര് കേസുണ്ടോ? ആ കേസ് മുഴുവൻ ഇല്ലാതായി. ജഡ്ജി അവിടെ ഇരുന്നിട്ട് ആരോടാ പറയുന്നത്? പക്ഷെ ഒരു ജഡ്ജിയോട് ജീവനുള്ള ഒരു മരിച്ചതിനും ഒരു പ്രയോഗ്യമുള്ള ഒരു വ്യക്തി, അത് നിങ്ങൾ അവനെ ഭയപ്പെടുകയും നമ്മൾ മരിച്ചതിന് മേളിൽ അവന്റെ മുന്നിലൂടെ ചെല്ലുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് പറയാം, എനിക്ക് ഹല്ലേലൂയ ഇവിടുത്തെ ദൈവത്തിൽ വിശ്വാസം ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ ഹല്ലേലൂയ ഞാൻ കഷ്ട സഹിച്ചോളാം, ഇവിടുത്തെ കുറ്റമേറ്റോളാം. അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവർ പറയും എത്ര എല്ലാത്തവർക്ക് ക്യാൻസർ വരുന്നത്, അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ കുടിച്ചു ഞാനും അനുഭവിച്ചോളാം. പക്ഷെ ഇവിടെ കൊണ്ട് തീരുമാനം ഓക്കെ, പിന്നെ അങ്ങോട്ട് ഇല്ലു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനുള്ളവരെ മരിപ്പാൻ ഹല്ലേലൂയ 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 അധികാരമുള്ളവനെ ഭയപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ ദൈവം ഹല്ലേലൂയ നമ്മളെ ഭയപ്പെടുത്തി പോവുകയല്ല. അവിടെ വെച്ച് വലിയൊരു പ്രത്യാശയോടെ നങ്കൂരം ഹല്ലേലൂയ. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ആ ലോകത്തിൽ മറ്റൊരുത്തരും ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പാൻ അവൻ വന്നു. അതിന് മരണത്തെ ഭാഷകൾക്ക് അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അതിന് മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ. എന്റെ ഫാദർ ഐസിയുമ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല സമയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി, മരണത്തെ പേടിച്ചത് നിന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോസ്തലൻ പറയുന്നത്, കേൾ മരണമേ നിന്റെ വിഷമുള്ളവരുടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിൽ നിന്ന് പറയത്തക്കവണ്ണം മരിച്ചാലും ജീവിക്കുന്ന ദൈവത്തിന്റെ നിത്യജീവൻ തരുന്ന യേശു ക്രിസ്തുവിന്റെ മക്കളെ നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ വചനം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ കൈക്കൊള്ളണം. ഇത് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇത് നമ്മുടെ ഹല്ലേലൂയ നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന ഭയത്തിന്റെ ജയമെടുത്തു കഴിഞ്ഞാൽ ഒരു രോഗശക്തിക്ക് ഹല്ലേലൂയ നമ്മുടെ ശരീരത്തെ തൊടാൻ കഴിയത്തില്ല, നമ്മുടെ കുടുംബത്തിലുള്ളതിനെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അന്യായ രോഗശക്തികളിൽ വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ ബലഹീനത ഹല്ലേലൂയ ശക്തരാക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ മാറ്റുന്ന വചനത്തിന്റെ ശക്തിയാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവചന ശകദരവന ഘടകശംദര ജീവമാമ ജഗദാരീക മാനാദുദാരന്ദാരീക മാനശംദര. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്കളുടെ ജനത്തിന്റെ മേൽ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ ദൈവത്തിന്റെ അധികാരത്തിന്റെ ശക്തി പകരണമേ. അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ പരമോയിമേ പകരുവാണെന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിലവിളിക്കുന്ന ഹല്ലേലൂയ വാഴ്ത്തപ്പെടുന്ന വിശ്വാസത്തിന്റെ പരിശുദ്ധമായ നാമം ഹല്ലേലൂയ. വൻകാര്യങ്ങൾ ദൈവോഗ്യം ദൈവത്തെ സ്തുതിക്കുന്നില്ല. നന്ദികളേക്കും നന്ദികളേക്കും ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടയ്ക്കത്തെ വാക്യം ഹല്ലേലൂയ നേരുകയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. 63 63
ഇന്ന് വായിച്ചത് കിട്ടാം. ദൈവം 5-ാം വാക്യം. ദൈവമേ നിന്റെ നേരത്തെ കേൾക്കുന്ന അതിന് മുമ്പത്തെ വാക്യം. ഇനി കൂടാരത്തിൽ പാസ്കയുടെ പരിചയ സങ്കീർത്തനം വായിക്കാം. യഹോവയുടെ കൂടാരം എന്തൊരു വായിച്ചു പെട്ടെന്ന് വായിച്ചിട്ട് പരിചയ സങ്കീർത്തനം വായിച്ചേ. കൂടാരത്തിൽ 6 മാർക്കും. യഹോവയെ നിന്റെ കൂടാരത്തിൽ 6 പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ 6 വസിക്കും. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെ, തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ, മക്കളെ നിന്ദിനായിരിക്കുകയും ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, അതിനുവേണ്ടിയോ പരസ്യക്ക് കൊടുക്കാതെ, കുറ്റമില്ലാത്തവൻ വിരോധമായി കൈക്കൂലി വാങ്ങാതെ വയ്ക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ആമേൻ. ഇപ്പൊ കൂടാരത്തിൽ പോകാൻ റെഡിയായോ? ഇപ്പൊ എത്ര പേര് കൂടാരത്തിനകത്തുണ്ട്? ഞാൻ കൈവെക്കാൻ പറയുന്നില്ല. ഞാൻ ഔട്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ ചില കാര്യം തെറ്റിച്ചിട്ടുണ്ട്. അത് പറയാൻ ധൈര്യമുള്ളവരെന്ന് സ്വന്തം പറഞ്ഞു. തെറ്റാണെന്ന് തോന്നിയവർ ഞാൻ ആദ്യം പറഞ്ഞ മാനസാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം. ഈ 15-ാം സങ്കീർത്തനം വായിച്ചിട്ട് കുറ്റബോധം തോന്നിയവർക്ക് സ്വതന്ത്രം പറഞ്ഞു. ആരില്ല. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നിങ്ങളിത് പറയുമ്പം ഈ അശുദ്ധാത്മാവ് പുരള പറയുന്ന ഹല്ലേലൂയ ദ്രവ്യാഗ്രഹം നമ്മുടെ വിട്ടുമാറുന്നത് തെറ്റാണെന്ന് ഹല്ലേലൂയ തിരിച്ചറിഞ്ഞാൽ അതെനിക്ക് വേണ്ടെന്ന് പറയുന്നവരെ ഹല്ലേലൂയ സ്വതന്ത്രം പറഞ്ഞേ. നിന്ദിനായിട്ടുണ്ടാകുന്ന അവരുടെ കൂടെ പോയി രസിക്കുന്ന, അത് ഫേസ്ബുക്കിലാണേലും അല്ലാതെ ആണെങ്കിൽ അതിൽ പോയി രസിക്കുന്ന സ്വഭാവമുള്ളവര് അവരെ നേടാത്തുമല്ല പോയി നമ്മളെ അറിയാതെ അതിന്റെ ആധിപത്യത്തിൽ നമ്മൾ ദിവസം പോയി സീരിയൽ കാണാൻ പോയിരിക്കുന്നവര്. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തെറ്റാണ് ദൈവവചനം വായിച്ച് യഹോവയിൽ ആശ്രയിക്കും. അവന്റെ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിക്കുന്നു. നമ്മുടെ സമയങ്ങൾ അത് ദൈവസന്നിധി ചെലവഴിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ആത്മാവിൽ ആരാധിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ ഏറ്റു പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. കൂടാരത്തിൽ ഹാലിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ സ്വതന്ത്രം. നീ എന്റെ നേർച്ചകളെ ഹല്ലേലൂയ കേട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ നാമത്തെ ഭയപ്പെടുത്തണം. ദൈവത്തെ ഭയപ്പെടുത്തോണ്ട് ഹല്ലേലൂയ എന്താ പറയുന്നത്? ഞാൻ സീരിയൽ കണ്ടിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാന്നാണ് പറയുന്നത്. ദൈവത്തെ എനിക്ക് ഭയമുള്ളതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്നാണ്. പിള്ളേരെന്നാ നാളെ പരീക്ഷ ഇന്ന് പ്രാർത്ഥിക്കേണ്ട. ദൈവത്തെ ഭയങ്കര ഭയമുള്ളതുകൊണ്ട് നീ മോനെ ദൈവത്തെ ഭയപ്പെട്ടവിടെ പോയി പഠിച്ചോളാനാണോ? നമ്മൾ ദൈവത്തിന്റെ നാമം എടുക്കുമ്പോൾ വിറയ്ക്കുന്നവരായിരിക്കും. ലോ ആൻഡ് ഓർഡർ വീട്ടിൽ ചെയ്തെടുക്കുന്ന അമ്മമാരും അപ്പന്മാരും വീട്ടിലുണ്ടാകും. അവരുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രം. എത്ര പേര് സ്വതന്ത്രം പറയും? നിങ്ങൾ കേട്ടിട്ടില്ല? ഹല്ലേലൂയ. ഭൂമി ചേർക്കുന്ന സകല നന്മകൾ ഈ വചനത്തിന്റെ അനുസരണത്തിലാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാട്ട് വേണം, ആരാധന വേണം, അന്യഭാഷ വേണം, വചനം അനുസരിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹബല ശംദല. വചനമെന്ന വാളെടുത്ത് ഹല്ലേലൂയ പിശാചിനെ നമ്മുടെ വീട്ടിനകത്തോട് ഇത് അടുക്കാതെ വണ്ണം അവൻ സത്യപ്രകാശമാണ്. നിങ്ങളുടെ വീട്ടിലെങ്കിലും ദൈവത്തിന്റെ കൂടാരമാണെങ്കിൽ ഹല്ലേലൂയ അവിടുത്തെ റൂൾസ് സെറ്റപ്പ് ചെയ്യുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ കിച്ചണിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർക്കായി കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അത് റിസർവോയറുകളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹല്ലേലൂയ 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 ബുദ്ധി കൊണ്ടും ബിസിനസ് കൊണ്ടും നേടുന്നതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തീരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഭാരപ്പുറത്ത് വീണ്ടും വീട് പണിതുപോലെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ. പൈസയുള്ളവരല്ല, ബുദ്ധിയുള്ളവരല്ല, സൗന്ദര്യമുള്ളവരല്ല, യഹോവയെ അനുസരിക്കുന്നവർ ഹല്ലേലൂയ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം. പഴയ ദൈവത്തിന്റെ ആടുമായിട്ടും ഒരു കുഞ്ഞാടിന്റെ കാര്യം വായിച്ചു പോകുന്ന ഇത് 2 യാഗം കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ സമയം 5 മിനിറ്റേ ഉള്ളൂ. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം. നമുക്ക് റോമാലേഖനം 6:4-9 വരെ പെട്ടെന്ന് വായിക്കും. യേശുക്രിസ്തു പറഞ്ഞു എന്നെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഈ യാഗം പഴയ നിയമത്തിൽ എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞു. ഇനി റോമാലേഖനത്തിൽ നമ്മൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മണി
ആദ്യം നമ്മൾ ക്ലിയർ ചെയ്തല്ലോ. ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ രൂപം മാറി, ഷേപ്പ് മാറി, അതിൽ നിന്നൊരു നാമ്പ് മേലോട്ട് വരും. രണ്ടുപേരെ പറഞ്ഞു മേലോട്ട്. ഇത് ഇല എങ്ങോട്ടാ വരുന്നത്? പിന്നെ ഈ ഊരിലോട്ട് ഇത് വരുന്നതിന് നമ്മളെ നിങ്ങൾ എന്താ പറയുന്നത്? ഫോട്ടോ കൂടിക്കതിലോട്ടാണോ പോകുന്നത്? മേലോട്ട്. അതൊക്കെ അറിയാം. അത് ഇല മേലോട്ട് പോകും, തല മേലോട്ട് പോകും. അപ്പോൾ ഞാനും എൻ്റെ അരിയിൽ രണ്ടുപേരും രണ്ട് ചെടി വെച്ചു. ഓക്കെ, ചെടി വെച്ചിട്ട് ഞാൻ രണ്ട് ചെടി ചെടി വളരാനില്ല. ഞാൻ അവനോട് പറഞ്ഞോടാ, നീ ഇത് വെച്ച് വെച്ചിട്ട് പേര് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണം. രണ്ടു ദിവസം പൊക്കി അവൻ്റെ ചെടി പാടി പോയി ചെറുപ്പം. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ ചടിയുടെ വളർച്ച നിൽക്കുന്ന എവിടെയാണ്? ഞാൻ ഇമ്മ താമസിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനത്തെ കൊല്ലം കാണിച്ചിട്ടുള്ളതാണ്. ദൈവസന്ധി ഞാൻ അല്പം ഏറ്റു പറഞ്ഞിട്ട് ഓർക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം വേറെ കൊണ്ടാ പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ തടി കാണുമ്പോൾ അറിയാം വേറെ കൊണ്ടാ. വചനത്തിന്റെ ആഴത്തിലോട്ട് വചനത്തിൽ വേര് നിൽക്കാൻ ആഗ്രഹമുള്ള സ്വന്തം പറയുന്നു. വചനത്തിൽ വേര് നിൽക്കണം. പാസ്റ്റർ മാറിയാലും, സഭ മാറിയാലും, കോട്ടയം മാറിയാലും, ഇന്ത്യ മാറിയാലും, ഭരണാധികാരി മാറിയാലും, ഇവിടെ സാറിലെ കോവിഡല്ല എത്ര വർഷം വന്നാണ് അതിന് വചനത്തിൽ വേരൂന്നി നിൽക്കുന്നവന് അവൻ ആത്മീയത്തിൽ തർജിക്കുന്നത് വർഷം പോലെ അതിന് പുസ്തകാലത്തും ഹല്ലേലൂയ മഴക്കാലത്ത് ഒരുപോലെ ഫലം കൊടുക്കണം. ഹല്ലേലൂയ. ഒരു കാറ്റ് മേശാണ്, ഒരു വരൾച്ചയെ മേശാണ്. അവന്റെ ശാരീരത്തിലും ഭൗതികത്തിലും നിലനിൽക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശബ്ദല വികതനവല ഘടകശബ്ദല ഹല്ലേലൂയ ഹല്ലേലൂയ പൂരാ ജീക മാമ മാമ ആളുകളോട് ജീവന കൊടുക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സുകളിലൊക്കെ നമ്മുടെ മനസ്സാന്തരത്തിന്റെ കാണാൻ വീഴുമ്പോൾ അതിന്റെ ആഴത്തിലോട്ട് ഒരു വേരൂന്ന് നിൽക്കാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ, അതിന്റെ ജനത്തെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ നിങ്ങളുടെ വചനത്തെ ഉറപ്പിക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് ദൈവദാസന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന വെച്ചാൽ അത് നിങ്ങളുടെ കുടുംബത്തെ ഉറപ്പിക്കുന്ന, അത് നിങ്ങളുടെ ആത്മീയത്തെ ഉറപ്പിക്കുന്ന, നിങ്ങളുടെ നിത്യത്തെ ഉറപ്പിക്കുന്ന ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ ചെറുപ്പതലമായ വിഷയങ്ങളുടെ മേൽ ഉറപ്പിച്ചു നിർത്തുന്ന അത് കാറ്റിനോട് എതിർത്ത് നിൽക്കുന്ന ഹല്ലേലൂയ വരൾച്ചയെ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം ഉള്ളത് കടപുഴകി വീഴുമ്പോൾ അത് വീടാതെ നിങ്ങൾ നിർത്തുന്ന വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ദേവദാസരുടെ കിടന്ന് പറഞ്ഞിട്ട് പോയി രണ്ടു വന്നിട്ട് പറയുന്നത്. പക്ഷേ ചില സമയത്ത് ഈ ഓർമ്മയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേറെ ഒന്നുമില്ല. സത്യവചനം പച്ചയായ ഫലം പാല് പോലെ കുടിക്കാൻ, വചനമില്ലാത്ത മായമില്ലാത്ത പാല് നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ വായുവിലൂടെ ഇറങ്ങുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങിയാണ് നമ്മുടെ കൈയും കാലും അതിൽ നിന്ന് വലിച്ചു കുടിച്ച് വളരുവാൻ. ഹല്ലേലൂയ. നമ്മുടെ പേര് കുറച്ചുകൂടെ വചനം പഠിക്കാൻ, വചനം കേൾക്കാൻ, വചനം മനസ്സിലാക്കാൻ, വചനം അനുസരിക്കാനുള്ള ജിജ്ഞാസയോടെ ഇരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ നിലനിൽപ്പതിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവൻ അല്ലെ ജീവിതത്തെ പോലെ ജീവന്റെ പുതുകത്തിൽ നടക്കുന്ന നാട്ടുകാർ കാണുന്നു. എന്റെ പണികൾ മുഴുവൻ എവിടെയാണ് നടക്കുന്നത്? അകത്ത് നടക്കുന്നു. നാട്ടുകാർ നമ്മളെ കാണുന്നത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബൂട്ടിപ്പാർക്കല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം വെളിച്ചത്ത് വരും. നിങ്ങൾ തിരക്കാന്ന് പറഞ്ഞത് ഒരേപോലെ കാണുന്നു. നമ്മൾ ഇവിടെ വന്ന് സൂത്രമൊക്കെ പറഞ്ഞിരുന്നാലും ഒരു ദിവസം എത്ര വലിയ മാസ്റ്ററാണെങ്കിലും ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ദൈവം കള്ളന്മാരെ അത് നിർത്തത്തില്ല. മാസ്റ്ററെ നിർത്തിയാൽ വിശ്വാസത്തിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിയോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് നിൽക്കുന്നു തോന്നുന്നവൻ വീടാൻ ചോദിച്ചു. ഇവിടെ ഒരു ഹല്ലേലൂയ ആത്മാവിൽ തവണമില്ല. ഹല്ലേലൂയ. തവണ ഉണ്ടെങ്കിൽ എന്നെ കുഴപ്പമെന്നറിയോ? ഞാൻ ചിലപ്പോൾ ഇത്ര ദേഷ്യപ്പെട്ട് രണ്ട് വർത്താനം പറഞ്ഞ അമ്മച്ചി കേൾക്കട്ടെ. അമ്മച്ചി എന്നോട് പറയും, എടാ നീ പാസ്സായിട്ട് നിന്റെ പെണ്ണുങ്ങളെ എങ്ങനെയാണോ വിളിക്കേണ്ടത്? അത് പറയുമ്പോൾ എനിക്ക് എന്തോ വരും? നാണം വന്ന് മാനസാന്തരം വരുമെന്ന്. നിങ്ങൾ എന്തിനാ അത് ഹൈഡ് ചെയ്യുന്നു? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചിരുത്തി ഗുണദോഷിച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്യരുത്. നമ്മൾ ഹൈഡ് ചെയ്യരുത്. ഒരു കാര്യം ഹൈഡ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. കരയണം, നിലവിളിച്ച് കരയണം. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അറിയാത്ത ഒരു രൂപ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പോക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സക്കായിയെ പോലെ നമ്മൾ ധൈര്യം കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദര അവിശ്വസ്തത കാലം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് തിരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ അവസരങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കണം. ആരും കണ്ടില്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന ആത്മീയത ദൈവസഭയിൽ വെട്ടിക്കെട്ടി സഭകളെ കുടുംബങ്ങളെ തകർത്തോണ്ടിരിക്കുക. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാണാതെ ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്നവൻ നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പറഞ്ഞ പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി, ഒരു കുറ്റം ചെയ്യാൻ പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നിയതിന്റെ മധ്യസ്ഥതയിൽ അവന്റെ രക്തത്തിന്റെ വിലയാണ് ഈ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാപത്തോട് ഹല്ലേലൂയ എതിർത്ത് നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവസഭയുടെ പടവാളത് തന്നെയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ വേർപാടാണ് നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം 1 കൊരിന്ത്യർ 15:30 വായിച്ചു. അതന്നെ പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നുവെന്നും ഏഴുന്ന ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഗോതമ്പണിയുടെ കാര്യം പറഞ്ഞ് മരണത്തിന്റെ കാര്യം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അമ്മച്ചിമാർ മരിച്ചു അവരുടെ വീട്ടിലുള്ള ഇപ്പം ഭയങ്കര ടെൻഷൻ ഇരിക്കുക. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുള്ള വീട്ടിലാണെങ്കിൽ ആദ്യ പറഞ്ഞാല് അവരുടെ അമ്മച്ചിയുടെ തലയിൽ പറ്റിയാൽ സ്വപ്നം കണ്ടുകൊണ്ട് അത് സംഭവിക്കും. അല്ലാത്തവരും മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ഞാനും കണ്ടുകൊണ്ടിരിക്കുക, ഓരോ സെന്റിമെന്റ്സുള്ള കാര്യങ്ങൾ കാണിച്ചു. നമ്മുടെ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള സ്നേഹവും സന്തോഷവും അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും നമുക്ക് ആയുസ്വാരങ്ങളുള്ളപ്പോൾ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞൊരു പരിപാടി കീഴോട്ടൊക്കെ പോയ സാധനം മേലോട്ട് പൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം ആമേൻ. നമ്മൾ അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പാപം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം, എല്ലാവരും വിചാരിച്ചിരിക്കുന്ന 70 വയസ്സുള്ളവനും 50 വയസ്സുള്ളവനും 40 വയസ്സിനുള്ളവനാണ് 25. ഞാൻ ചിന്തിച്ചു ഇതെല്ലാ ദിവസവും നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ ആണെന്ന് എവരിബഡി എല്ലാവരും ചിന്തിക്കണം. കൊച്ചു പിള്ളേർ മരിക്കാം, വലിയവർ മരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോയാൽ ഭൂമിയിൽ ദൈവസന്നിധിയിൽ ഒരുപോലെ ഭാഗ്യമുള്ളവരായിരിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതിന് സ്വതന്ത്രം ഇത് മരിച്ച എല്ലാവരുടെയും സത്യമായൊരു എത്ര ICU ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ ഹോസ്പിറ്റലിൽ കോട്ടയത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അമേരിക്കയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഇതെല്ലാം തട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വതന്ത്രം ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ദീപകരമായ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വളരട്ടെ. മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു, ഏത് വിധ ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കും. അടുത്ത വായിക്കും. ഈ ഗോതമ്പ് നമ്മുടെ ജീവനായ നമ്മളായ ഈ ഗോതമ്പ് അത് നമ്മൾ മരിച്ച് അല്ലെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടന്നാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. നിത്യത എന്നുള്ളത് മരണം എന്നുള്ളത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ജീവന്റെ പുതുക്കം പ്രാപിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനുഷ്യൻ ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ അനേക പൂജകൾക്കും കാര്യാദികൾക്കും ചെയ്യാൻ കഴിയാത്തതിനെ സാധാരണ ജനത്തിലേക്ക് അവൻ ഇറങ്ങി വന്ന് മനുഷ്യന്റെ പുത്രനായി ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ ദൈവദാസന്മാർ നമ്മുടെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയുന്നു. ഇതൊരു ചെറിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയൊരു രക്ഷ. ഹല്ലേലൂയ. 60 ലക്ഷം ആർ വിശ്വസിക്കും? നാം വായിച്ച ദേവദാസന്മാരെ വായിച്ചു തുടങ്ങിയ ഭാഗം ഇപ്പോൾ അവർ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? ഇത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിച്ചാണ്. കേൾക്കാൻ നമുക്ക് വേണ്ടി ദൈവസഭയെ ദൈവജനത്തെ ദേവദാസന്മാരെ കഥ വായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് അടുത്ത വായിച്ചാണ്. അടുത്ത വായിച്ചു. മതി. ഞാൻ അവിടെ നിർത്തുകയാണ്. സമയം കഴിഞ്ഞോണ്ട് നമുക്ക് റോമാ ലേഖനം 8:27 അതുകൊണ്ട് റോമർ 8:27. ആമേൻ. അടുത്തത് അത് എല്ലാവരും ബുക്ക് അടഞ്ഞു വെച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആദ്യ ഫലം ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ച് നമ്മളിവിടെ ഇരിക്കുന്ന എനിക്കറിയത്തില്ല എന്റെ ദൈവമേ, ലോട്ടറി പോലെയാണ് ഞാൻ വിചാരിച്ച. ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഹല്ലേലൂയ ഒരു ഉറപ്പും ആന്നുവരെ ആർക്കും ഇല്ലാതിരുന്നിട്ട് ക്രിസ്തു ഉയർത്തെങ്കിൽ ഹല്ലേലൂയ
അനേകരുടെ മുമ്പിൽ, അനേക ശിഷ്യന്മാരുടെ മുമ്പിൽ അവൻ ശരീരത്തോടെ വെളിപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ അനേകം ഹല്ലേലൂയ, അവനെ വെറുക്കുന്നവരും കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അവനെ കുത്തിയവരും കൂടെ ഹല്ലേലൂയ, അവന്റെ ഫോറൻസിക്കിന് വന്ന ഹല്ലേലൂയ, പട്ടാള പ്രമാണി ഉൾപ്പെടെയുള്ളവർ അവനെ സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, അനേകം ദാസന്മാരുടെ ദൈവജനത്തിന്റെ മുമ്പിൽ കൂടെ അവൻ മേഘാരൂഢനായി കടന്നുപോയെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ഒരു തകർക്കപ്പെട്ട കോതമ്പമണിയായി ഹല്ലേലൂയ, ഗോൽഗോഥയിലെ കൽക്കളത്തിൽ ഹല്ലേലൂയ മരിച്ച ഹല്ലേലൂയ, 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 അന്നത്തെ റോമനരുടെ മുദ്രയുള്ള കല്ലറയ്ക്കുള്ളവൻ അടച്ചെങ്കിൽ ഹല്ലേലൂയ, കല്ലറയ്ക്ക് അവനെ ഒതുക്കാൻ പറ്റിയില്ല ഹല്ലേലൂയ, ഹല്ലേലൂയ, തിരുവെഴുത്തുകളിൻ പ്രകാരം ഇതിന്റെ ആർക്കും വായിച്ച് കേൾപ്പിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ, ലേവ്യ യാഗത്തിൽ ആട്ടുകൊറ്റനായി ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാടായി എന്റെ ക്രിസ്തു അറുക്കപ്പെട്ട ലോകത്തിന്റെ പ്രഭുവിന് അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല, അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവൻ കല്ലറ തുറന്ന് കാലുകളിൽ നിന്ന ഹല്ലേലൂയ, അവൻ എഴുന്നേറ്റ് നിന്നെങ്കിൽ ഹല്ലേലൂയ, അവന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാരുടെ മുമ്പിൽ ദൈവസഭയുടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അവനോട് പ്രിയം വെച്ച എല്ലാവരും അവനോട് മരിച്ച അവനോട് അവന്റെ ശരീരത്തോട് ഏകീകരിച്ച എല്ലാവർക്കും വേണ്ടി അവനൊരു മരണയാഗം ശാപഗ്രസ്തനായി അവൻ മരിച്ചെങ്കിൽ ഹല്ലേലൂയ, ഇനിമേൽ മരണത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല, എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്തൃത്വമില്ല. ഞാൻ മരിച്ചാലും ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടമന സകലര ആദ്യ ഫലം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ നിരനിരയായിരിക്കുന്ന അനേക സഭകൾ, അനേകം ദൈവജനം ആ ദൈവത്തെ ഹല്ലേലൂയ ഒരു മറുതൊടിയില്ലാതെ എന്ന് ദൈവത്തെ ആരാധിച്ചവനും അതിന് നല്ല കോടിക്കണക്കിന് ഡ്രസ് ഇട്ടിരുന്നവനും അതിന് ചെറിയ ബസ്സേ വന്നവരും കാറേ വന്നവരും ഹല്ലേലൂയ, അതിന് ചെറിയ വീട്ടിൽ നിറങ്ങിയവരും ബംഗ്ലാവിൽ നിറങ്ങിയവരും എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തതുപോലെ അത് എല്ലാവരും അവനോട് കൂടെ കോടിക്കണക്കിന് ജനം എഴുന്നേൽക്കുന്ന ജീവകരമായ വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആ മരണ ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങളിൽ നീങ്ങി പോകട്ടെ. മരിച്ചാലും ജീവിക്കും, പ്രൈസ് ദി ലോർഡ്. നീതിമാൻ മരിച്ചാലും ജീവിക്കും, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എല്ലാ മരണ ഭയങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, കൊയ്തെടുത്ത ലോകത്തിന്റെ പ്രഭുവിനെ കൊയ്തെങ്കിൽ ഹല്ലേലൂയ, യഹോവയായ ദൈവം അവനെ ഉയർപ്പിച്ചു. മരണവാസങ്ങൾക്ക് അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, അവനെ എവിടെ തോറ്റുവോ അവിടെ അവനെ ഉയർത്തി നിർത്തി കാണിച്ച ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, റബദന ശകദരമന ഘടക ശബ്ദന ഈവാരമന ഹല്ലേലൂയ, രക്തത്താലും വചനത്താലും ജയമെടുക്കപ്പെട്ടവൻ നമ്മുടെ മധ്യാഹ്നത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഗോതമ്പമണി പോലെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി കോപാഗ്നിയിലൂടെ കടന്നുപോയി. ഞങ്ങൾക്ക് ജീവനുള്ള അപ്പമായി ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട ക്രിസ്തുവിന് ഞങ്ങളുടെ ഉള്ളിൽ ഹരി കേട്ട വചനം ജീവനായി വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഹരി വചനത്തിൽ വേരിൽ നിൽക്കുന്നവരായി, പാപത്തെ വിട്ടോടുന്നവരായി. അപ്പൊ ഈ ജീവകരമായ ക്രിസ്തുവിനോടുള്ള ജീവിക്കുന്ന പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ കുറവുകളും ഞങ്ങൾ വിട്ടുമാറണമേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകൃപയുടെ ആധിപത്യം വെളിപ്പെടണമേ. ദൈവശക്തിയുടെ അധികാരം ഞങ്ങളുടെ തലമുറയിൽ വെളിപ്പെടുമാറാകണമേ. ഞങ്ങളുടെ സഭയിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണമേ. ജീവിക്കുന്ന ഉയർത്തുന്നതിന്റെ ക്രിസ്തു അനേക ഇടങ്ങളിൽ വെളിപ്പെടുവാനാകണം. എല്ലാ പ്രിയപ്പെട്ടവരാണ് ഈ സഭയുടെ അതിനിടയിൽ എല്ലാവരും ദൈവം അനുഗ്രഹിച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വിളിച്ചതിനായി സോദര യേശുവിന്റെ നാമത്തിൽ തന്നെ.